നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. 10 പൈസ പോലും ഞാൻ തൊടാൻ പാടില്ലെന്ന ഡാഡിയുടെ തീരുമാനം. ബാങ്ക് അക്കൗണ്ടും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എല്ലാം ബ്ലോക്ക് ചെയ്തു. എല്ലാ ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും എന്നെ റിമൂവ് ചെയ്തു. എന്നോട് ഒരു സ്നേഹമില്ലാത്ത ഡാഡിയോട് ഞാൻ പിന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടത്? മുക്ത തന്നെ പറ. കൈലാഷിനത് വിഷമമായിട്ടുണ്ടെങ്കിൽ അങ്കിളിനോട് സംസാരിച്ച ഒരു സൊല്യൂഷൻ കാണുകയല്ലേ വേണ്ടത്. ഡാഡി എന്നെ ഇൻസൾട്ട് ചെയ്യാ ചെയ്ത്. എന്നോടൊരു വാക്ക് പോലും പറയാതെ ഡാഡി ഇതെല്ലാം ചെയ്തത്. ബാങ്കിൽ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത്. ബാങ്ക് സ്റ്റാഫിന്റെ മുമ്പിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായില്ലേ. എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം തന്നാ മതി. PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD-യുടെ പോസ്റ്റ് ഞാനാ നിനക്ക് നൽകിയത്. എന്റെ മകനാണെന്ന ഒറ്റ കാരണം കൊണ്ടാ ഒരു ഈടുമില്ലാതെ 10 ലക്ഷം രൂപ നിനക്ക് ലോൺ ലഭിച്ചത്. അത് നീ മനസ്സിലാക്കിക്കോ. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു പോയത് എന്റെ കുറ്റമല്ലല്ലോ. അതിലെനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഡാഡി. ഒറ്റ കാര്യം എനിക്ക് ചെയ്യാൻ കഴിയൂ. ഡാഡിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക. അത് ഞാൻ ഡാഡിക്ക് ഉറപ്പ് തരാം. ഡാഡിക്ക് പേരുദോഷം വരുത്തുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഇനി മുതൽ എല്ലാ മാസവും എനിക്ക് ശമ്പളം കിട്ടണം. എന്തിനാണ് ഈ ലോൺ എടുത്തതെന്ന് തുറന്നു പറയാതെ 1 രൂപ പോലും നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. ഡാഡിയുടെ തീരുമാനം അതാണെങ്കിൽ PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിട്ടിട്ട് വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ടി വരും. ഡാഡി ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനം പറയും.